ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കാപ്പി എത്തിയിട്ടുണ്ട്. കാപ്പിയും മിക്കിയാണെങ്കിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ ചൂടുവെള്ളം കൊണ്ടുവന്ന് തരും. അപ്പോൾ അതിൻ്റെ കിറ്റൊക്കെ ഉണ്ടാകും നമ്മുടെ കയ്യിൽ. അപ്പോൾ കിറ്റ് പൊട്ടിച്ച് നമ്മൾ ചൂടുവെള്ളത്തിലൊഴിച്ച് ചായ കുടിക്കണം. പിന്നെ നമ്മളെല്ലാം ഇപ്പോൾ ഫ്രഷായിട്ട് വന്നതേ ഉള്ളൂ. സമയം ഇപ്പോൾ ഏതാണ്ട് 8:45 ഇവിടെ രാഹുൽ പറയാണ് ബിഗ് ബോസിൻ്റെ പരിപാടിയാണ് നടക്കണേ. സമയം ഇപ്പോൾ 8:40, കാപ്പി കുടിക്കുന്ന സമയം. ഇല്ലടാ, ഇന്നലെ എൻ്റെ അടുത്ത് പറയായിരുന്നേ, പുള്ളിക്കാരൻ മോഡൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്താ ഫോട്ടോഷൂട്ടിനൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് അവൻ അങ്ങനെ നാണം വരല്ല. പക്ഷെ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും അതിന് ചെറിയൊരു നാണം വരണുണ്ടെന്ന്. ആശാൻ കിട്ടുവാണ്, പക്ഷെ എന്ത് ക്യാമറ ഓൺ ചെയ്താൽ അപ്പം ഉണ്ടാതിരിക്കും. അതേപോലെ തന്നെയാണ് ഇവർ രണ്ടും. ചായ ഉണ്ടാക്കേണ്ട തിരക്കിലാണത്. എന്തായാലും നമുക്ക് പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നോക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയ ഫുഡെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇതിപ്പോൾ നമ്മൾ കർണാടകയാണെന്ന് തോന്നുന്നു കേട്ടോ. കർണാടക ഗോവ ഏതാണ്ട് കയറാറായി. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു പുഴയാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ഫുഡെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മുട്ടയും പിന്നെ ബോയിൽഡ് വെജിറ്റബിളും പിന്നെ എഗ്ഗാണ്, നമ്മളെ ഓംപ്ലേറ്റുമാണ് കേട്ടോ. അടുത്ത് അപ്പുറത്ത് എനിക്ക് വേണം ബ്രെഡാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ബ്രെഡ് അല്ലേടാ അത്? ആ ബ്രെഡ് നമ്മൾ രാഹുൽ തുറന്നിട്ടുണ്ട്. ബ്രെഡ്. അടുത്ത് ഒരു പാക്കറ്റ് ജ്യൂസ് ഉണ്ട്, പിന്നെ ബട്ടറുണ്ട്, പിന്നെ ഒരു കെച്ചപ്പും ഉണ്ട്. ഇതാണ് രാവിലത്തെ കാപ്പി. പിന്നെ ചായയുണ്ട്. ചായ പ്രിപ്പയർഡ് ബൈ മിക്കി. അപ്പം ഇനി ഇതിൽ ഫുഡ് കഴിച്ച് നോക്കട്ടെ. നമ്മുടെ രാവിലെ ഇപ്പം തന്നെ ബട്ടർ എടുത്തിട്ട് ബ്രെഡിലൊക്കെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആരാ എന്തോടാ? പക്ഷെ പാവമാണ് കേട്ടോ. തേക്കാൻ എടുക്കണമെങ്കിലും അവന് ക്യാമറ കാണുമ്പോൾ ചെറിയൊരു നാണം വരുമെന്നേ ഉള്ളൂ. പിന്നെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇനി കാണാം കേട്ടോ. ഏതാണ്ട് നമുക്ക് 2 ദിവസം ഉണ്ടല്ലോ ട്രെയിനിൻ്റെ അകത്ത് മുഴുവനായിട്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറയട്ടാ, മിക്കിയും ഇതിനുമായിട്ട് എവിടെ നിന്നോ ചീട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ എനിക്കാണെങ്കിൽ ചീട്ട് കളിക്കാൻ അറിവുണ്ടായിരുന്നു. അപ്പോൾ ഇതിനാണ് എനിക്ക് ചീട്ട് കളിക്കാൻ പഠിപ്പിച്ചു തന്നത്. പക്ഷേ എനിക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ ജയിച്ച്, ഞാൻ മിക്കിയും. എനിക്ക് പഠിപ്പിച്ചു തന്ന ഇവൻ തോറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു അറിയാം? അങ്ങനെയല്ല, ഇപ്പൊ നമ്മൾ ഏത് സ്റ്റേഷനിലാ നിൽക്കുന്നേ? മഹാരാഷ്ട്ര കയറി കേട്ടോ. മഹാരാഷ്ട്ര ടൈം ഇപ്പൊ എത്രയാടാ? മഹാരാഷ്ട്ര കയറിയ ടൈം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 10 മണിയൊക്കെ ആയപ്പോൾ മഹാരാഷ്ട്ര ബോർഡർ കയറി. കർണാടക കഴിഞ്ഞ് മഹാരാഷ്ട്ര കയറി. ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം കൂടെ ഉണ്ട്. നമുക്കിനി ഇന്ന് ഫുൾ ഡേ നമ്മൾ ട്രെയിനിലുണ്ടായിരിക്കും. നാളെ ഉച്ച കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഫ്രീ ആവുള്ളൂ. അപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരാനില്ല. അല്ലാതെ ഞാൻ കുറച്ചുകൂടെ വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തരുമായിരുന്നു. എന്തായാലും നമ്മളവിടെ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് കുറച്ചുകൂടെ നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് കാണിക്കാം. എന്തോടാ ആദ്യത്തെ പെട്ട് പഠിപ്പിച്ച് ആശാനിട്ട് തന്നെ കൊടുത്തപ്പോഴേ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബാക്കി മിക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കളി കഴിഞ്ഞിട്ട് നോക്കാം. വാശിയേറിയ മത്സരം മിക്കിയും രാഹുലുമായിട്ട്. ഞാനിന്നതിനും ഇതിൽ ജയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിത് കളിക്കാറുണ്ടെങ്കിലും
ഇത് വിട്ടെ. ഇതിലാര് ജയിക്കും നോക്കാം. വാശിയേറിയ മത്സരം. ഇതിലാരാണ് ജയിച്ചേ ഇപ്പോ? ഇതിലിപ്പോ ആര് ജയിച്ചേ? ഇതിലാര് ജയിച്ചേ? മിക്കിയ? ഓ, അതുകൊണ്ടാണ് മിക്കി ഇങ്ങനെ SS കാണിച്ചതല്ലേ? ഫൈൽമാൻ ജയിച്ചേ. എവിടെ? മുംബൈ ഡൽഹി ഹൈവേ ആണല്ലേ ഇത്? പണി കഴിഞ്ഞില്ല കേട്ടോ. സമയം ഇപ്പോൾ 5 മണിയായി. ട്രെയിനിൽ എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പോൾ കുറച്ചും മുമ്പേ ചായയും ബിസ്ക്കറ്റും ഒക്കെ അവർ കൊണ്ടു തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ മിച്ചറുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ മസാല മിച്ചർ അങ്ങനത്തെ എന്തോ കുറേ സംഭവമായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് രാത്രി കിട്ടിയില്ലേ, സെയിം ഫുഡ് തന്നെയായിരുന്നു ഇന്ന് ഉച്ചയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുറത്ത് വേണ്ട ഇങ്ങനെ ഫുള്ള് കാടും പിന്നെ ചെറിയ ചെറിയ മലയും ഒക്കെയാണ് നമ്മൾ ദൂരെ പുറത്ത് കാണാൻ പറ്റുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും. രാവിലെ ആണെങ്കിൽ നല്ല ഉറക്കമാണ്. അപ്പോൾ എന്താ പറയുക, ഇതിന് ഇപ്പോൾ ഉറക്കം എണീറ്റിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. മിക്കയാണെങ്കിൽ ഫോം വിളിക്കുന്ന തിരക്കിൽ. ഇന്ന് നമ്മുടെ 3ാമത്തെ ദിവസമാണ് കേട്ടോ, ട്രെയിനിലെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ട്രെയിനിലെ ചേട്ടനാണ്, പുള്ളിക്കാരനാണെങ്കിൽ നമുക്കുള്ള ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഫുഡെല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് കൊണ്ടുവന്ന് തരണത്. നമ്മളാണെങ്കിൽ തൊട്ട് ഇതിൻ്റെ ബാക്കിലുള്ള ബോഗിയിൽ തന്നെ, ബോഗിയിലല്ല തൊട്ട് ബാക്കിലുള്ള സീറ്റ് തന്നെയാണ് ഞാൻ കാണിച്ചത്. ഈ ഡോർ തുറന്ന് നേരെ വന്ന് കാണുന്നതും ഇതാണ് നമ്മുടെ സീറ്റ് വരുന്നത്. അവിടെ ഭയങ്കര ട്രെയിനിൻ്റെ ശബ്ദമില്ല. ഇവിടെയാണെങ്കിൽ നല്ല സൈലൻ്റ് ആണ്. ആരെയും ശല്യം ചെയ്യില്ലാത്തൊരു രീതി. ഇന്ന് ഏത് ദിവസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് 7-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പോകുന്ന സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഉടനെ തന്നെ ഇന്ന് ഞാൻ ആ ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ആ സ്ഥലത്ത് മാത്രമല്ല പോകണം. അവിടെ നിന്ന് പിന്നെ ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബസ്സിൽ കയറിയിട്ട് വേറൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകും. അപ്പം നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസത്തെ അങ്ങനെ നമ്മൾ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഏതാണ്ടൊരു ചിലപ്പോൾ 10-25 ദിവസം വരെ എടുക്കാം നമ്മളെ ഈ യാത്രയിൽ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഫുഡ് വരും. നിങ്ങളെ കണ്ടില്ലേ, ബാക്കിൽ ഫുഡ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഒരു 12-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റേഷനിലെത്തും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പയ്യെ നേരെ അവിടെ കയറി കിടക്കുകയാണ്. നമ്മുടെ ഇവിടെ നേരത്തെ ആയിരുന്നില്ലേ നേവിക്കാരൻ. ഇവരാണെങ്കിൽ ഇവിടെ തകർത്ത് ലുഡോ കളിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഞാനും ഇതിന് ഒരു ടീം, മിക്കിയും രാഹുലുമായിരുന്നു ഒരു ടീമേ. നമ്മളെല്ലാ കളിയും നമ്മൾ ജയിക്കുമായിരുന്നു. ഇവരാണെങ്കിൽ ഒരു കളി പോലും ജയിച്ചിട്ടില്ല. അല്ല അങ്ങനെ പറഞ്ഞാലേ അതാണ് കൊച്ചു പിള്ളേര്. അപ്പൊ എന്തായാലും ശരി, നേരെ സ്റ്റേഷനിൽ പോയിട്ട് കാണാം. നമ്മളിനി കുറച്ച് ലുഡോ കളിക്കുന്ന തിരക്കിലായിരിക്കും. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് നിസാമുദ്ദീനാണ്, ഡൽഹി. നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ട്രെയിനിൽ ഈ ബോഗിയിലായിരുന്നു. അപ്പോൾ ഇതിനും രാഹുലാണെങ്കിൽ രാഹുലിനെ കാണാനില്ല, എവിടെയും കാണും. അപ്പോൾ ഇനി നമുക്ക് എക്സിറ്റിലോട്ട് പോകണം. എക്സിറ്റിൽ പോയിട്ട് ഇവിടെ ഡൽഹി നമ്മൾ ഒരു 3-4 മണിക്കൂറുണ്ടാവും. ഇവിടെ 5 മണിക്കൂർ അടുപ്പിച്ച് ഡൽഹിയിൽ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ വൈകിട്ട് ബസ്സുണ്ട്. നമ്മളവിടെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ മുടിഞ്ഞ തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോണത് മെട്രോ സ്റ്റേഷനിലോട്ടാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ഇതിൻ്റെ താഴെയാണ്. അപ്പോൾ നമ്മൾ അവിടെ കൂടെ ഇങ്ങനെ കറങ്ങി കയറി കുറച്ചുകൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പറഞ്ഞില്ലേ മെട്രോയിലോട്ടാണ്. അപ്പോൾ
മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് കാണാം. ഇവിടെ ആണെങ്കിൽ മുടിഞ്ഞ തിരക്കാണ് കേട്ടാ. ബാക്കിൽ നിന്ന് ആരൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട്. ആരെയും മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. മൈൻഡ് ചെയ്യാതെ കൂടുതൽ മൈൻഡ് ചെയ്യാതെ നടന്ന് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവർ ബാഗ് പിടിക്കണമെന്നൊക്കെ ചോദിച്ചാണ് വിളിക്കുന്നത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലോട്ട് ഒരു 200 മീറ്ററോളം നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോ സ്റ്റേഷൻ കയറി ഇപ്പം അണ്ടർഗ്രൗണ്ടിലോട്ടാണ് പോകുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് റെഡ് ഫോർട്ടിലോട്ടാണ്. അവിടെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ് അവിടെ വെച്ച് കൂടുതൽ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാക്സിയും കാര്യങ്ങളൊക്കെ. നമുക്ക് കുറച്ച് ദൂരം കൂടെ നടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ വരാം. അതുകൊണ്ട് കൂടുതലും മെട്രോ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇനി ഇവിടെയൊക്കെ ടിക്കറ്റ് കൗണ്ടർ ഒരുപാടുണ്ട്. അപ്പോൾ ഇനി ടിക്കറ്റൊക്കെ എടുത്തിട്ടേ നമുക്ക് കാണാം. ഞാൻ മെട്രോയുടെ ഫ്രണ്ടിൽ പോയിട്ട് അടുത്ത വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ ഞാൻ നോക്കട്ടെ, നമ്മൾ ദുബായ് മെട്രോയിലൊക്കെ കയറിയിട്ടുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹിയിൽ വരുന്നത്. ഡൽഹി മെട്രോ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. അകത്ത് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കൂടെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റെഡ് ഫോർട്ടിലോട്ട് പോകാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടെ മെട്രോ വരും. എനിക്കാണ് 5-10 മിനിറ്റ് എടുക്കുമായിരിക്കും മെട്രോ വരാനായിട്ട്. അപ്പോൾ ഒരാൾക്ക് ഇവിടെ നിന്ന് നമ്മുടെ റെഡ് ഫോർട്ടിലോട്ട് പോകാൻ 40 രൂപയാണ് ടിക്കറ്റിൻ്റെ വില വരുന്നത്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ വരാനായിട്ട് ടിക്കറ്റിന് റേറ്റ് ആയത് 4627 രൂപയായി ടിക്കറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരാൾക്ക്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം. അവരെല്ലാവരും അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മിക്കിക്കാണെങ്കിൽ അവിടെ ചെക്കിങ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വീഡിയോ എടുത്തപ്പോൾ അവർ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കരുത് അവിടെ. എനിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ പാടില്ലായിരിക്കും. നമ്മുടെ ഈ ബാഗൊക്കെ ചെക്ക് ചെയ്യും മറ്റേ സ്കാനറിൻ്റെ അകത്തൂടെ കയറ്റിയിട്ടിട്ട് അവിടെ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നേരെ ഇനി മെട്രോ വരുമ്പോൾ മെട്രോ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. വീഡിയോസ് ഇനി എടുക്കണമെങ്കിൽ ആരെങ്കിലും ഇനി വഴക്ക് പറയുമോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഇവിടെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു വീഡിയോസൊക്കെ എടുക്കുന്നതിൽ. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് പോയിട്ട് മെട്രോ വരുമ്പോൾ എങ്ങനെയുണ്ട് മെട്രോ എന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ദുബായ് മെട്രോ പോലെ ആണോ എന്ന് നോക്കാം. പക്ഷേ അത്യാവശ്യം നല്ല അടിപൊളി സെറ്റപ്പിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ആൾക്കാർക്ക് അങ്ങോട്ട് ഒന്നും ഈ ഒരു ഡോറുള്ളത് കൊണ്ട് ആരും അങ്ങനെ അങ്ങോട്ട് തള്ളി കയറില്ല. നമുക്ക് പോകാനുള്ള മെട്രോ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മെട്രോയ്ക്ക് അകത്ത് വീഡിയോ റെക്കോർഡിങ് അലൗഡഡ് അല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കാണാം. നമ്മളെ ലജ്പത് നഗർ സ്റ്റേഷനിൽ ഇറങ്ങി വേറെ മെട്രോ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത മെട്രോ കയറാൻ വേണ്ടി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. 200 മീറ്റർ നടന്ന് ഇവിടെ ഒരുപാട് ലൈനുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 7-8 ലൈനുണ്ടെന്ന് തോന്നുന്നു മെട്രോ. അപ്പോൾ റെഡ് ഫോർട്ടിലോട്ട് കയറണമെങ്കിൽ വേറെ സ്റ്റേഷനിലേക്ക് ഇതിവിടെ ലജ്പത് നഗറിൽ ഇറങ്ങി കയറണം. നിസാമുദ്ദീൻ സ്റ്റേഷനിൽ കയറിയില്ലേ ആ സമയത്ത് നമ്മുടെ ഇവിടെ ഡോറൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ നമ്മുടെ ഈ ലജ്പത് നഗർ ട്രെയിൻ മാറി കയറാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഡോറും കാര്യങ്ങളൊന്നുമില്ല, ഓപ്പണാണ് മെട്രോയിലോട്ട് കയറാനായിട്ട്. ഇതിവിടെ നമ്മുടെ ഡൽഹി മെട്രോയുടെ ടിക്കറ്റാണ്. ടിക്കറ്റിലോട്ട് നോക്കി വെക്ക്. അപ്പോൾ ഇത് ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മുടെ തലസ്ഥാന നഗരമല്ലേ. അപ്പോൾ ടിക്കറ്റിൽ മുഴുവനും ഒരു ഹിന്ദിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സും ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഫോറിനേഴ്സിനൊക്കെ മനസ്സിലാവണമെന്നില്ല ഈ ഭാഷ. നമുക്കേ ഒത്തിരി പാടാണ് മലയാളിയായിട്ട്. അപ്പോൾ വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരുടെ കാര്യം ചിന്തിച്ച് നോക്ക്. ഇവരിതൊന്ന് ഇംഗ്ലീഷിലൊന്നും ആക്കിയിരുന്നെങ്കിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇംഗ്ലീഷിനും കൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമായിരുന്നു. പക്ഷേ ഇതെന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒരു പിടിയും കിട്ടില്ല ആദ്യമായിട്ട് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക്, വിദേശിക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് ലാൽ കില എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. അപ്പോൾ ഞാനും നിതിനും മിക്കിയും രാഹുലും ഉണ്ട് ഇവിടെ. ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാഗ് ഒന്ന് വെക്കണം. ബാഗ് വെക്കാനായിട്ട് ഇവിടെ ക്ലോക്ക് റൂം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലോക്ക് റൂം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് റെഡ് ഫോർട്ടും 2-3 സ്ഥലങ്ങളൊക്കെ ഒന്ന് അടിച്ച് കറങ്ങണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ഇവിടെ നിന്നൊരു ബസ്സുണ്ട്, രാത്രി 8 മണിക്കാണെന്ന് തോന്നുന്നു ബസ്. അപ്പോൾ ബസ്സിൽ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്ന വീഡിയോ അത് ഏത് സ്ഥലമാണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യും. നമ്മളെന്തെങ്കിലും അവിടെ സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ പറയാം കേട്ടോ ഏത് സ്ഥലമാണെന്ന്. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് നോക്കട്ടെ ആരൊക്കെയാണ് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണമെന്നേ. വീഡിയോ ഫോർവേഡ് ചെയ്ത് നോക്കാതെ വേണം കമൻറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നോക്കട്ടെ ഇനി ഇവിടുത്തെ സാഹചര്യം എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. എന്തായാലും ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ അകത്താണ് നിൽക്കുന്നത്. പുറത്തിറങ്ങിയിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഫോർട്ടിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മളിതാണ്ട് ആ എൻട്രൻസ് വഴിയാണ് അകത്ത് കയറിയത്. അവിടെയാണെങ്കിൽ പാട്ടും ബഹളമൊക്കെ ആയിട്ട് ഒരു രക്ഷയുമില്ല. അതുകൊണ്ടാണ് അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മളിങ്ങനെ വന്ന് കയറുമ്പോഴേ ഇവിടെ കുറേ പ്ലേ ഗ്രൗണ്ടും പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ
സെറ്റപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് റെഡ് ഫോർട്ടിൻ്റെ അകത്തോട്ട് കയറണം. റെഡ് ഫോർട്ട് നമ്മളെ നേരെ ബാക്കിലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇനി അതിൻ്റെ അകത്തോട്ട് കയറേണ്ട പരിപാടിയാണ് ഇനി അടുത്ത്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ടിക്കറ്റ് കിട്ടുമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് അകത്തോട്ട് കയറണം. പക്ഷേ ഇവിടെ ആണെങ്കിൽ പാട്ടും ബഹളമായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ദിന്ദിനെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി പോകണേ. അവൻ കറക്റ്റായിട്ട് വെടിവെച്ചിടുമെന്ന് നോക്കാം. ഓ പൊളി. എത്ര എണ്ണം പൊട്ടിച്ചേ? ആ ഒരെണ്ണം പൊട്ടി. അല്ലെ എത്ര എണ്ണം പൊട്ടിക്കണോടാ ടോട്ടല്? 2 എണ്ണം പോയോ? അടുത്ത് നമ്മുടെ രാഹുലാണേ. പോയല്ലോ, അത് പൊട്ടിയില്ലല്ലോ. നോക്കാം. ആ പൊളി. അല്ല കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോ. എത്രയാണ് മിക്കി ഇത്? 50 രൂപയാണ് കേട്ടോ. 8 റൗണ്ട് കിട്ടുമേ നമുക്ക്. അപ്പോൾ നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ അകത്തോട്ട് കയറുന്ന വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.